പേജിൽ അപ്രതീക്ഷിതമായി വ്യാജ ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോപിച്ച് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ രംഗത്ത്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ഓരോ മിനിറ്റിലും ഫോളോവേഴ്സിന്റെ എണ്ണം റോക്കറ്റ് പോലെ തന്നെ ഉയരുകയാണ് എന്നും ഇതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യാജ പ്രൊഫൈലുകളാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് സന്ദീപ് വാര്യർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്നേ വരെ തന്നെ ₹1 പോലും കൊടുത്ത് ഫോളോവേഴ്സിനെ വാങ്ങിയിട്ടില്ല എന്നും നിങ്ങളുടെയൊക്കെ തന്നെ സ്നേഹവും പിന്തുണയും കൊണ്ട് മാത്രമാണ് ഈ ഒരു പേജ് വളർന്നു വലുതാകുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓർഗാനിക്കായി തന്നെ വളർന്ന പേജാണിത് എന്നതാണ് അദ്ദേഹം ഈ ഒരു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തിടെ തന്നെയായി പേജിന്റെ ഫോളോവേഴ്സിൽ വലിയ രീതിയിൽ കണക്കുകൾ അസാധാരണമായി തന്നെ വർധനവ് ഇവിടെ ഉണ്ടാകുകയും ഇത് ശ്രദ്ധയിൽപ്പെട്ടതായും നിരവധി പുതിയ അക്കൗണ്ടുകൾ സംശയാസ്പദമാണ് എന്നും സന്ദീപ് വാര്യർ ആരോപണം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള വ്യാജ പ്രൊഫൈലുകൾ അവിടെ കൂട്ടത്തോടുകൂടി തന്നെ പേജിനെ പിന്തുണയ്ക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. അതേപോലെ തന്നെ പണം നൽകി വ്യാജ ഫോളോവേഴ്സിനെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം തനിക്കില്ല എന്നും പിന്നീട് പേജ് ആകട്ടെ വലിയ രീതിയിൽ അവിടെ ഫേക്ക് ആക്ടിവിറ്റി എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പൂട്ടിക്കാനുള്ള നീക്കമാണോ ഇവിടെ നടക്കുന്നതെന്നും ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ തനിക്കുണ്ട് എന്നതാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേജുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം ഡിജിറ്റൽ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ സജീവമായിരിക്കെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാമർശം പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വർദ്ധിച്ച സാഹചര്യത്തിൽ ഫേക്ക് ഫോളോവർ നെറ്റ്വർക്കുകൾ വലിയ വെല്ലുവിളിയായി തന്നെ ഇവിടെ മാറുന്നതായി തന്നെ സൈബർ വിദഗ്ധരടക്കം വിലയിരുത്തുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ ഔദ്യോഗിക സൈബർ പരാതി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഫേസ്ബുക്ക് മാതൃകാ കമ്പനിയായ മെറ്റയുടെ നയങ്ങൾ പ്രകാരം വ്യാജ അക്കൗണ്ടുകളും കൃത്രിമ ഫോളോവർ വർധനവും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുവാനും ഇവിടെ വലിയ രീതിയിൽ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ ആരോപണം സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ പോലും വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറുകയാണ്. ഓർഗാനിക് പിന്തുണ തകർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വാദവുമായി തന്നെ അനുയായികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നേ വരെ ₹1 പോലും കൊടുത്ത് ഫോളോവേഴ്സിനെ വാങ്ങാത്ത തികച്ചും ഓർഗാനിക്കായി നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രം വളർന്ന പേജാണിത്. പണം കൊടുത്ത് വ്യാജ ഫോളോവേഴ്സിനെ കയറ്റിവിട്ട് പേജ് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാനോ അതോ ഇവർ കാശ് കൊടുത്ത് ഫോളോവേഴ്സിനെ വാങ്ങിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് അപമാനിക്കാനോ ഒക്കെയുള്ള ആരോ ഒപ്പിച്ച ഒരു കുബുദ്ധിയാണ് ഇതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. ഓരോ മിനിറ്റിലും ഫോളോവേഴ്സിന്റെ എണ്ണം റോക്കറ്റ് പോലെ ഇങ്ങനെ കുതിച്ചുയരുന്നു. ആദ്യം വിചാരിച്ചു നമ്മളങ്ങ് ആഗോളതലത്തിൽ ഫേമസ് ആയതാണ് എന്ന്. പക്ഷെ ഈ അതിഥികളുടെ പ്രൊഫൈലുകൾ ഒന്നെടുത്തുപോയി പരിശോധിച്ചപ്പോഴാണ് കളി മനസ്സിലായത്. കൂട്ടത്തിൽ കുറച്ചുപേർ ഒറിജിനൽ ആണെങ്കിലും സിംഹഭാവവും വ്യാജ പ്രൊഫൈലുകളാണ്. അതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നുള്ളവരും. ഇന്നേ വരെ ₹1 പോലും കൊടുത്ത് ഫോളോവേഴ്സിനെ വാങ്ങാത്ത തികച്ചും ഓർഗാനിക്കായി നിങ്ങളുടെയൊക്കെ തന്നെ സ്നേഹം കൊണ്ട് മാത്രം വളർന്ന പേജാണിത്. നല്ല റീച്ചും ഉള്ളത് കൊണ്ട് ആരോ ഇതിനിട്ട് ഒരു പണി തരാൻ നോക്കിയതാണ്. പണം കൊടുത്ത് വ്യാജ ഫോളോവേഴ്സിനെ കയറ്റിവിട്ട് പേജ് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാനാണോ അതോ ഇവർ കാശ് കൊടുത്ത് ഫോളോവേഴ്സിനെ വാങ്ങിയെന്നത് വരുത്തി തീർത്തുകൊണ്ട് അപമാനിക്കാനൊക്കെയുള്ള ആരോ ഒപ്പിച്ച ഒരു കുബുദ്ധിയാണിത്. ഇത്തരം പണികൾ കൊണ്ട് ഈ പേജിനെ തളർത്താമെന്ന് വിചാരിച്ചവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: നിങ്ങളുടെ ഈ ബംഗ്ലാദേശ് വോട്ട് ആക്രമണം ഇവിടെ വില പോവില്ല മോനൂസേ. അതുകൊണ്ട് പണി തരാൻ വന്ന ബംഗ്ലാദേശികൾ വാപ്പസ് ജാവോ എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.